ഉല്ലാസ് പന്തളത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ? കാരണം ശരിക്കും നല്ലൊരു കോമഡിയനാണ് അദ്ദേഹം. കാരണം നന്നായിട്ട് കോമഡി ചെയ്യാൻ കഴിയുള്ള ഒരാളാണ്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ കോമഡി കാണുമ്പോൾ ചിരിക്കാൻ തോന്നും. നല്ലൊരു രസകരമായ രീതിയിൽ പുള്ളി അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പുള്ളി സ്ട്രോക്കൊക്കെ വന്നിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായി. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഒക്കെ ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ആളുകൾ പല രീതിയിലും ഇദ്ദേഹത്തിന് ഈ അവസ്ഥ കണ്ട് പ്രതികരിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ പറയാനായിട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. കാരണം ഇത് അവന് കിട്ടേണ്ടതാണ്. കാരണം ഇവൻ്റെ ആദ്യത്തെ ഭാര്യ ആത്മഹത്യ ചെയ്ത് ഇവൻ്റെ സ്വഭാവം കൊണ്ടാണ്. അങ്ങനെയാണൊക്കെ പറഞ്ഞാൽ ഈ കലാകാരനെ തേജവധം ചെയ്യുന്ന രീതിയിൽ ഈ കമൻറ്റ് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. കാരണം സത്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാലും ഈ ആളുകൾ ഇങ്ങനെ ഈ അവസ്ഥയിലും ഇതുപോലെ ഇദ്ദേഹത്തിനെതിരെ ഈ വിമർശനങ്ങൾ വാരി വിതറുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട്. അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മക്കളാണത്. ആ മക്കൾക്ക് നല്ല സ്നേഹമുണ്ട് അദ്ദേഹത്തിനോട്. പിന്നെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. കണ്ട ഭാര്യയാണത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഭാര്യ. അവരും വളരെ ഒരു നല്ല സ്ത്രീയായിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. എന്തോ ആവട്ടെ, ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാം. നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. പിന്നെ ഇതുപോലുള്ള ഈ അവസ്ഥയിലൊക്കെ ഈ ഇദ്ദേഹത്തിനെതിരെ ഇതുപോലെയുള്ള ഈ എന്നിട്ട് മോശകരമെന്ന് നമുക്ക് സത്യാവസ്ഥ അറിയില്ലല്ലോ. അറിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇതുപോലുള്ള പരാമർശനങ്ങൾ, അതായത് വിമർശനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇതുപോലെ ഉള്ള കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സാക്ഷി ഇല്ലാത്ത ആളുകളായി പോയില്ലോ എന്ന് പോലും ചിന്തിച്ചു പോകും. സത്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. ദൈവം ചോദിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇതുപോലെ പ്രവർത്തിച്ചിട്ട് മുൻ ഭാര്യയോട് മോശകരമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കമൻറ്റുകൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഒരാൾക്കൊരു ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മോശകരമായ സ്വഭാവം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലുകൾ അതിപ്പോൾ മനുഷ്യരാർക്കും വരാവുന്ന കാര്യങ്ങളാണ്. നല്ല ആളുകളെന്ന് പറയുന്നവർക്ക് വരുന്നുണ്ടല്ലോ. അതാണ് ഇതിൻ്റെ രഹസ്യം എന്നൊന്നും നമുക്കറിയില്ല.